ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു പഴയ മോഡൽ ആക്റ്റീവ വണ്ടിയുടെ ഹെഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിൽ വന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഈ പ്ലഗിൻ്റെ പിരി, അതായത് പ്ലഗിൻ്റെ ആ പിരി കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അതിനെ ആ പിരി ചെയ്തെടുക്കുന്നത്, അതിൽ അഡാപ്റ്റർ എങ്ങനെ അതിൽ സെറ്റ് ചെയ്യും, അത് ലെയ്ത്തിലാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കാരണമായി വരുന്നത് ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ പ്ലഗ് ഇളക്കി ടൈറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ പിരി പോകുന്നത്. അപ്പോൾ പിരി പോകാതെ തന്നെ നമ്മൾ അത് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓവർ ടൈറ്റ് ആവാതെ കൈ കൊണ്ട് തന്നെ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് മാത്രമേ ടൂൾ വെച്ച് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ്, ഓവർ ടൈറ്റൊക്കെ ചെയ്ത് വരുമ്പോഴാണ്, അത് അലുമിനിയം ഹെഡാണ് എല്ലാ വണ്ടിയിലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് പിരി പോകാൻ ചാൻസ് ഉണ്ട്. പിരി പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഒരുപാട് അടിക്കേണ്ടി വരും, പിന്നെ ഡീകംപ്രഷൻ വരും. അപ്പോൾ വണ്ടി വലിവില്ല, പുള്ളിങ്ങൊക്കെ ലോ ഇത്യാദി കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. കണ്ടില്ലേ, ഞാൻ റാച്ചറ്റ് വെച്ച് പ്ലഗ് ഇളക്കുന്ന ടൂൾ വെച്ച് ഞാൻ ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 16-ൻ്റെ ബോക്സ് വെച്ച് ടൈറ്റ് ചെയ്തു, പക്ഷേ അത് ഫ്രീ ആയിട്ട് കറങ്ങി നിൽക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇത് ലെയ്ത്തിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ലെയ്ത്തിൽ എങ്ങനെ നമ്മൾ ഇതിൻ്റെ പണി ചെയ്യും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, കണ്ടില്ലേ, ഞാൻ ടൈറ്റ് ചെയ്ത പ്ലഗാണ്. ഇത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ നമ്മൾ ലെയ്ത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ ബുഷാണ്, ഇതാണ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വെട്ടിയെടുക്കുന്നതാണ്, റെഡിമെയ്ഡും കിട്ടും. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ അഡാപ്റ്റർ വരുന്നത്. ഇതിനെ ഈ റാഡിൽ ഈ ബുഷ് നമ്മൾ ടൈറ്റ് ചെയ്തു. ഈ റാഡ് ഉപയോഗിച്ചാണ് അതിൽ നമ്മൾ തിരുക്കി കയറ്റുന്നത്. ഹെഡിൽ അതിൻ്റെ ടാപ്പാണ്, അതായത് ആ പിരി പോയ ഭാഗത്ത് ഈ ടാപ്പുകൾ, ഇതിൽ വ്യത്യസ്തമായ ടാപ്പുകളുണ്ട്. ഇതിന് അനുയോജ്യമായ ടാപ്പ് ഉപയോഗിച്ച് നമ്മൾ അവിടെ നമ്മൾ ത്രെഡ് ചെയ്യും. അപ്പോൾ ത്രെഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ആ ഹെഡ് നമ്മൾ വയസ്സിൽ അനങ്ങാതെ കയ്യിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ഒരു ബിറ്റ് ഉപയോഗിച്ച് അതിനെ നമ്മൾ കുറച്ച് അതിൻ്റെ ത്രെഡ് കളയുകയാണ്. കളഞ്ഞതിന് ശേഷം കണ്ടില്ലേ, അതിന് അടിയിൽ കണ്ടോ, ആ ബിറ്റ് തുളച്ച് ഇപ്പുറത്ത് വന്നു. ഇനി നമ്മൾ നേരത്തെ കാണിച്ചതായ ടാപ്പ്, ആ ടാപ്പ് കണ്ടില്ലേ, പൊടികളൊക്കെ അതിൻ്റെ ഭാഗത്തിരിപ്പുണ്ട്. എന്നിട്ട് നേരത്തെ കാണിച്ച ടാപ്പ് നമ്മൾ ഒരു ടീ പോലത്തെ ഒരു ടൂളിൽ അതിനെ കണക്ട് ചെയ്ത് അതിനെ സ്ട്രെയിറ്റ് ചെയ്ത് ചരിയാതെ ടാപ്പ് ചെയ്യുന്നതാണ്. ത്രെഡ് നമ്മൾ പുതിയത് കട്ട് ചെയ്യുന്നതാണ് ആ കാണിക്കുന്നത്. ഇത് അലുമിനിയമാണ് ഇതിൻ്റെ ഹെഡ്. അപ്പോൾ ടാപ്പിൽ നമുക്കത് അനായാസം ചെയ്യാൻ പറ്റും, പക്ഷേ അല്പം പോലും ചരിയാൻ പാടില്ല. അതിനൊരു ആ ലെവലിൽ തന്നെ പതുക്കെ ടൈറ്റ് ചെയ്ത് പിരി കട്ടായി വരുന്നത് അടിയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, അതിൻ്റെ പൊടിയാണ്, ആ പിരി കട്ടായി വരുന്നതിൻ്റെ പൊടിയാണ്, അലുമിനിയം പൊടിയാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ പതുക്കെ, സ്പീഡിലല്ല, വളരെ സ്ലോവിൽ അതിനെ കറക്കി ടാപ്പ് താഴത്തോട്ട് വരുന്നത് വരെ, അതിൻ്റെ പകുതിയോളം വരുന്നത് വരെ, എങ്കിലേ അതിൻ്റെ ട്രാക്ക് അല്ലെങ്കിൽ ആ പിരിയുടെ അതിൻ്റെ എൻഡിങ് പോർഷൻ കറക്റ്റായിട്ട് വരുള്ളൂ. ഇതാ കണ്ടില്ലേ, ഏകദേശം പകുതിയോളം കയറി. ഇനി അതിനെ നമ്മൾ പതുക്കെ അതുപോലെ തന്നെ ഇളക്കി എടുക്കണം. അപ്പോൾ ആ പിരി നമ്മൾ ഇട്ട് കഴിഞ്ഞു. പിരി എന്ന് പറഞ്ഞാൽ ഇത് പ്ലഗിൻ്റെ അളവിനുള്ള പിരിയല്ല, അതിൻ്റെ അഡാപ്റ്റർ, നേരത്തെ കാണിച്ച അഡാപ്റ്റർ, ആ ബുഷിൻ്റെ പിരിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, അത്രയും വലുതാണ്. നമുക്ക് യാതൊരു കാരണം വെച്ചാൽ ഇതിൽ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ ഈ ഷിമ്മൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല. ഒട്ടിക്കാനും കണ്ടില്ലേ, അതിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ കുറച്ച് കാർബണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിരി ചെയ്തു, അതിനെ ക്ലീൻ ചെയ്തു.
ഇനി അടുത്ത പരിപാടി അറാൾ ഡേറ്റ 2 ട്യൂബുണ്ട്, അത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ആ ബുഷിനെ ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്ത് ഹെഡിൽ പിരി ചെയ്തു ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി ആ ബുഷിൽ നമ്മൾ അല്പം അറാൾ ഡേറ്റ വെച്ചിട്ട് ഹെഡിലെ ആ പിരിയിലും അതുപോലെ തന്നെ ആ അഡാപ്റ്ററിലും ആദ്യം കാണിച്ച റാഡിൽ നമ്മൾ അഡാപ്റ്റർ തിരുക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ആ ചരിയാതെ തന്നെ ആ ഹെഡിൽ കൈവച്ച് നമ്മൾ സ്ട്രെയിറ്റായിട്ട് അതിലെ ചരിവ് വരാതെ ഫ്രീ ആയിട്ട് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ കൈകൊണ്ട് ആദ്യം ഒന്ന് തിരുക്കി ഇറക്കണം. ഇറക്കിയതിന് ശേഷം കൈകൊണ്ട് മാക്സിമം ആയതിനു ശേഷം അത് തിരിക്കുകയാണ്. കൈകൊണ്ട് മാക്സിമം തിരുക്കി കയറ്റുകയാണ്. ഇനി അതിനെ ഒരു ബെഞ്ച് വൈസിൽ അതിൻ്റെ ആക്സിൽ നന്നായിട്ട് അനങ്ങാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹെഡിനെ പിടിച്ച് പതുക്കെ ഒന്ന് കറക്കുന്നു. കണ്ടില്ലേ, ആ ബുഷ് കയറി വരികയാണ്, അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ അറാൾ ഡേറ്റയിൽ അത് കറക്റ്റ് സീറ്റിങ്, അതായത് എയർ ലീക്കൊന്നും വരാതെ കറക്റ്റ് സീറ്റിങ് ആവണം. ഇനി നമ്മളത് കൈകൊണ്ട് മാക്സിമം ഫുൾ ടൈറ്റ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഇനി കയറി വരാതെ വെളിയിലൊരു സ്റ്റെപ്പുണ്ട്, ആ അഡാപ്റ്ററിന് ഒരു സ്റ്റെപ്പുണ്ട്, അതുകൊണ്ട് അവിടെ കൊണ്ട് നിൽക്കും. കണ്ടില്ലേ, ഏകദേശം ഫുള്ളായിട്ട് ഇനി വന്നിട്ടുണ്ട്. ഇനി ഈ തള്ള് നമുക്ക് പാടില്ല, അതിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കി മനസ്സിലാക്കാം. കണ്ടോ? അപ്പോൾ അഡാപ്റ്റർ നമ്മൾ ഹെഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ തള്ളി നിന്ന ഭാഗത്തെ വേറൊരു പഞ്ച് വെച്ച് അതിനെ അടിച്ച് ലോക്ക് ചെയ്യണം. സൈഡിലോട്ട് അതിനെ വിരിച്ച് അതേസമയം വാൽവിലൊന്നും തട്ടുകൊള്ളാതെ പഞ്ച് ചെയ്ത് ക്ലിയർ ആക്കണം. ഈ പണി ചെയ്യുമ്പോൾ വാൽവ് സീറ്റ് ചെയ്താൽ ഏറ്റവും നല്ലതാണ്. കണ്ടില്ലേ, പഞ്ച് ചെയ്ത് ലോക്കായി. പിന്നെ നമ്മൾ തിരിച്ചിളക്കി കഴിഞ്ഞാൽ ബുഷ് ഇളവി വരത്തില്ല. ഈ ലോക്കിങ് കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ പ്ലഗ് ടൈറ്റ് ചെയ്ത് ഇളക്കുന്ന സമയത്ത് ഈ അഡാപ്റ്റർ ഇളവി വരാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ടില്ലേ, അടുത്ത് വേറൊരു ടാപ്പ്, അത് നേരത്തെ ഇട്ട ടാപ്പ് ഇട്ട് തന്നെ ഒന്നും കൂടെ അതിനെ തെളിക്കുകയാണ്. അതിലെ പശയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനാണ്. ഇതിൻ്റെ പിശർ, ഇതിൻ്റെ അലുമിനിയം പൊടിയോ പശയുടെ ഗ്ലൂവിൻ്റെ അംശമോ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിയർ ലാസ്റ്റിലെ ഫൈനൽ നമ്മൾ ത്രെഡിങ്ങിൽ അതെല്ലാം മാറും. കണ്ടില്ലേ? എന്നിട്ട് അതിനൊന്ന് നന്നായിട്ട് തുടച്ച് ഫിനിഷ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പ്ലഗ് കയറി വരുന്ന പിരിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതാണ് ഏത് ടാപ്പ് എന്ന് പറയുമ്പോൾ 2 ടാപ്പ് ഇട്ടു. നേരത്തെ ഓവർ സൈസ് ടാപ്പ്, ഇത് ഇന്നർ ടാപ്പ്, അതായത് നമ്മുടെ പ്ലഗിൻ്റെ അതേ സൈസിനുള്ള ടാപ്പാണ് പോയിട്ടിരിക്കുന്നത്. അവരുടെ കടയുടെ നമ്പർ ഞാൻ താഴെ കാണിച്ചു. പെരിങ്ങമല കൃപാലയത്താണ്. അതിൻ്റെ പ്രൊപ്പറേറ്റർ വന്നിട്ട് ചന്ദ്രനാണ്. അദ്ദേഹം ചെയ്യുന്ന വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അറിഞ്ഞുകൂടാത്ത ഒത്തിരി ബിഗിനേഴ്സ് കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.